നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാറശാല ഷാരോൺ കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഗ്രീഷ്മ ഇപ്പോൾ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് കഴിയുന്നത്. സെല്ലിൽ ഒപ്പമുള്ളതാകട്ടെ 4 പ്രതികൾ. മുൻപ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്കുള്ള സെല്ലുകളിലാണ് പാർപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ളവർ സുപ്രീം കോടതി വരെ അപ്പീൽ പോയി വിധി ഇളവ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതിനാൽ സാധാരണ സെല്ലുകളിൽ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചവരെ താമസിപ്പിക്കുന്നത്. സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനകളും ജയിലിനുള്ളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കും ലഭിക്കും. പക്ഷേ ഇവർക്ക് മറ്റു പ്രതികളെക്കാൾ കൂടുതൽ നിരീക്ഷണമുണ്ടാകും. ഷാരോൺ കൊലക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞതോടെയാണ് ജാമ്യം റദ്ദാക്കി വീണ്ടും ജയിലിൽ എത്തിച്ചത്. ശിക്ഷിക്കപ്പെട്ടതിനാൽ ഇനി ജയിലിലെ ജോലികൾ ചെയ്യേണ്ടി വരും. ഭക്ഷണപ്പുരയിലോ പാവയോ കരകൗശല വസ്തുക്കളോ നിർമ്മിക്കുന്നിടത്തോ തയ്യൽ യൂണിറ്റിലോ ആയിരിക്കും ജോലി. താല്പര്യം കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും നിയോഗിക്കുക. അഭിഭാഷകരടക്കം ആരും ഇന്നലെ ഗ്രീഷ്മയെ കാണാൻ എത്തിയില്ല എന്ന് ജയിൽ അധികൃതർ വ്യക്തമാക്കി. അടിവസ്ത്രങ്ങൾ ഒരു ബന്ധു എത്തിച്ചു. ജയിൽ വസ്ത്രമാണ് ധരിക്കേണ്ടത്. ചിത്രം വരച്ചാണ് ഗ്രീഷ്മ ഇപ്പോൾ ജയിലിലെ സമയം ചെലവഴിക്കുന്നത്. ഇന്നലെ ജയിലിലെ ഫാർമസിയിലെത്തി ഗ്രീഷ്മ ശരീരവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങി. ജയിലിലെ ജോലികൾ തൽക്കാലം ഗ്രീഷ്മയ്ക്ക് നൽകിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ സമയവും ഗ്രീഷ്മ സെല്ലിനുള്ളിൽ തന്നെയാണ് ചെലവഴിച്ചത്. ജയിലിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഒരു ഭാഗത്തെ സെല്ലുകളിൽ മാത്രമാണ് നിലവിൽ പ്രതികളെ താമസിപ്പിച്ചിട്ടുള്ളത്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച സംഭവത്തിൽ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വൻ ആഘോഷങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. പടക്കം പൊട്ടിച്ചും പാലഭിഷേകം നടത്തിയും ആഘോഷമാക്കാനാണ് ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ തീരുമാനം. ഇനിയുള്ള നാളുകൾ ജയിലിൽ എത്തുന്ന ആദ്യഘട്ടത്തിൽ തന്നെ വധശിക്ഷ എന്ന വിധിക്കെതിരെ സ്വന്തം നിലയിൽ അപ്പീൽ പോകുന്നുണ്ടെന്ന് കുറ്റവാളിയോട് ജയിലധികൃതർ ചോദിക്കും. സ്വന്തം നിലയിൽ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം. അതല്ല സ്വന്തമായി അപ്പീൽ നൽകാൻ കഴിവില്ല എങ്കിൽ ജയിൽ വകുപ്പ് തന്നെ ലീഗൽ സർവീസ് അതോറിറ്റി വഴി അപ്പീലിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. ഏറ്റവും ആദ്യം അപ്പീൽ നൽകേണ്ടത് ഹൈക്കോടതിയിലാണ്. DSR അഥവാ ഡെത്ത് സെന്റൻസ് റിവ്യൂ പെറ്റീഷൻ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പീൽ ഫയൽ ചെയ്തത് ഏറ്റവും കുറഞ്ഞ 7 വർഷമെങ്കിലും എടുക്കും ഹൈക്കോടതി പരിഗണിക്കാൻ. പരിഗണിച്ച ശേഷം ഹൈക്കോടതി പ്രധാനമായും 4 പഠന റിപ്പോർട്ടുകളായിരിക്കും ആവശ്യപ്പെടുക. ഒന്ന്, പ്രതിയുടെ കുടുംബ സാമൂഹ്യ സാഹചര്യം, വധശിക്ഷ നടപ്പായാൽ കുടുംബത്തിനുണ്ടാകുന്ന ആഘാതം, ഇവയെല്ലാം വിശദമായി പഠിച്ച് സാമൂഹ്യനീതി വകുപ്പ് റിപ്പോർട്ട് നൽകും. രണ്ടാമതായി കുറ്റവാളിയുടെ ജയിലിലെ സ്വഭാവം പരിശോധിക്കും. പശ്ചാത്തലത്തിനും തിരുത്തലിനുമുള്ള സാഹചര്യമുണ്ടോ എന്നായിരിക്കും വിശദമായി പരിശോധിച്ച് ഇത് ജയിൽ വകുപ്പ് റിപ്പോർട്ട് നൽകുകയും ചെയ്യണം. മൂന്നാമതായി കുറ്റവാളിയെ നിശ്ചിത ഇടവേളകളിൽ പരിശോധിച്ച് പ്രത്യേക മെഡിക്കൽ സംഘം ആരോഗ്യ മാനസിക നിലയെക്കുറിച്ച് റിപ്പോർട്ട് നൽകണം. നാലാമതായി ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രോജക്ട് 39 എന്ന ഏജൻസിയോടും ഈ റിപ്പോർട്ട് ആവശ്യപ്പെടും. ഈ റിപ്പോർട്ടുകളും അപൂർവങ്ങളിൽ അപൂർവമാണ് കേസെന്ന് ഉറപ്പിക്കാമോ എന്നുള്ള നിയമവശവും പരിഗണിച്ചായിരിക്കും ഹൈക്കോടതി വധശിക്ഷ ശരിവെക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുക. എന്നാൽ ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചതുകൊണ്ടും നടപടി അവസാനിക്കില്ല. കുറ്റവാളിക്ക് ഹൈക്കോടതി തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതി തീരുമാനമെതിരായാൽ ഗവർണർക്കും ഗവർണർ കഴിഞ്ഞ രാഷ്ട്രപതിക്കും ദയാഹർജി നൽകാം. രാഷ്ട്രപതിയും ദയാഹർജി തള്ളിയാൽ അതിനെതിരെ തിരുത്തൽ ഹർജിയുമായി വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാം. അവിടെ വധശിക്ഷ ശരിവെച്ചാൽ മാത്രമേ വധശിക്ഷയ്ക്ക് അന്തിമ അംഗീകാരമാകൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.